ഓക്കെ, അപ്പൊ കുട്ടികൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ ഫോക്കസ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടോപ്പിക്കുകളൊക്കെ പഠിക്കാനുണ്ട്. അത് വരുന്ന ടോപ്പിക്കാണ് വർക്ക്, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ലാസ്റ്റ് വൺ പവർ. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. 5 ടോപ്പിക് അല്ലേ? വർക്ക്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൺസർവേഷൻ ഓഫ് എന്താണ് മെക്കാനിക്കൽ എനർജി, ലാസ്റ്റ് വൺ എന്താണ് പവർ. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കാര്യങ്ങളൊന്നും വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എനിക്ക് പഠിക്കാം. ശ്രദ്ധിക്കും. അത് വർക്ക് എന്ന് പറയുന്നത് എന്താ? വർക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവിന് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു ബോഡിക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ആ ബോഡിക്ക് എന്തുണ്ടായി? ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിൽ നമ്മൾ പറയും നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഒരു വർക്ക് ചെയ്തു പറയും അല്ലെ? വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡിക്ക് എന്തുണ്ടാകണം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ വർക്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഹയർ സെക്കൻഡറി വരുമ്പോൾ ഈ ഇക്വേഷൻ എന്തുണ്ടാവും? ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്, ബോഡി എങ്ങോട്ടാ മൂവ് ചെയ്തുകൊണ്ടല്ലേ? അപ്പൊ ഫോഴ്സ് കൊടുക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ വർക്ക് ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി ഞാൻ ഈ ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുന്നത്, ഞാൻ എന്ത് കൊടുക്കുക? ഫോഴ്സ് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നത്. നമ്മളിപ്പോ ഈ വസ്തുവിനെ വലിച്ചോണ്ട് പോകത്തില്ലേ? ഇങ്ങനെ താഴെ വലിച്ചോണ്ട് പോകത്തില്ലേ? അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്. പക്ഷെ വസ്തു നീങ്ങുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടല്ലേ നീങ്ങുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. വസ്തു നീങ്ങിയത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ് അല്ലെ? വസ്തു എങ്ങോട്ട് നീങ്ങി? ഇങ്ങോട്ട് തന്നെ നീങ്ങി. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എന്തുണ്ടായത്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഞാൻ ഫോഴ്സ് കൊടുത്തത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക്. ബോഡി നീങ്ങിയത് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ട്? കിടക്കുന്നുണ്ട് ഒരു ആംഗിൾ ഉണ്ട്. നമുക്ക് എന്ത് വിളിക്കാം? തീറ്റ എന്ന് വിളിക്കാം. ഇവിടെ ആംഗിൾ എത്ര ആയിരുന്നു? ഇവിടുത്തെ ആംഗിൾ എന്തായിരുന്നു? ഈ തീറ്റ ഇവിടെ എന്താണ്? 0 ആണ് അല്ലെ? 0 ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇങ്ങനെ ആംഗിൾ ഉണ്ടെങ്കിൽ ഇവിടെയും ബോഡി നീങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികം ഇവിടെ എന്തുണ്ടാവും? ഒരു വർക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ വർക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക, ബോഡി ഇങ്ങോട്ടേക്കല്ലേ നീങ്ങിയത്? അപ്പൊ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്ത ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കൊരു വെക്ടറിനെ എന്ത് ചെയ്യാം? 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു കോസ് കമ്പോണന്റും ഒരു സൈൻ കമ്പോണന്റും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്. നമുക്കറിയാമല്ലേ? അപ്പൊ ഈ എഫ് എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങോട്ട് വരും. ആംഗിളിന്റെ അവിടെ കിടക്കുന്ന ആരായിരിക്കും? കോസ് കമ്പോണന്റും. ഒരെണ്ണം ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട്. കേട്ടോ, ഈ ഫോഴ്സിനെ നമ്മൾ 2 കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഇതെന്താണ്? എഫ് കോസ് തീറ്റ. ഇതെന്തായിരിക്കും? എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഇനി ബോഡിനെ ഇങ്ങോട്ട് നീങ്ങാൻ സഹായിക്കുന്നത് ആരാണ്? ബോഡിനെ ഇങ്ങോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ആരാണ്? എഫ് കോസ് തീറ്റ ആണ്. മനസ്സിലായോ? ബോഡിനെ ഇങ്ങോട്ട് നീങ്ങാൻ ഈ ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ്, ഉള്ളതുകൊണ്ടാണ് ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ബോഡിനെ അങ്ങോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ആരാണ്? എഫ് കോസ് തീറ്റ ആണ്. അതുകൊണ്ട് വർക്കിന് നമ്മൾ പുതിയ ഇക്വേഷൻ പഠിച്ചു. എന്താ വർക്കിന് പുതിയ ഇക്വേഷൻ? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പോലെ എന്താണ്? എഫ് കോസ് തീറ്റ. ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു? നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ വർക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ആരുടെയൊക്കെ പ്രോഡക്റ്റ് ആണ്? ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ സിമ്പിൾ ആക്കി നമ്മൾ എങ്ങനെ എഴുതുന്നത്? വർക്ക് ഈസ് ദ, കോസ്റ്റിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കുത്തിട്ട് കൊടുക്കും, ഡോട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എന്താണ്? വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡോട്ട് മാറ്റാൻ വേണ്ടി എന്ത് കൊടുത്താൽ മതി? കോസ് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ വെക്ടർ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാ? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്.
അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടറിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് കിട്ടിയ എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് സ്കെയിലാർ പ്രോഡക്റ്റ്. അപ്പൊ വർക്കിന് എന്തില്ല ഡയറക്ഷൻ ഇല്ല. വർക്കിന് എന്തില്ല ഡയറക്ഷൻ ഇല്ല. വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റി ആണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. രണ്ട് വെക്ടറിനെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കിട്ടി. ഈ മൾട്ടിപ്ലിക്കേഷനെ വിളിക്കുന്ന പേരെന്താണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ്. നമുക്ക് വെക്ടറിനെ രണ്ട് രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്യാം. എന്താണ് ഒന്ന് എന്താണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ എന്താണ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമുക്ക് രണ്ട് വെക്ടറിനെ മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്താണ് കിട്ടും ഒരു വെക്ടർ ക്വാണ്ടിറ്റി കിട്ടും. അതെവിടെ പഠിക്കും നമ്മള് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കുന്നതാണ്. അവിടെ രണ്ട് വെക്ടറിനെ മൾട്ടിപ്പിൾ നമുക്ക് എന്താ കിട്ടുന്നത് ഇപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ് സ്കെയിലാർ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് വെക്ടറിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ആൾ എന്ത് തന്നെയാണ് വെക്ടർ തന്നെയാണ്. പക്ഷെ ഇവിടെയോ രണ്ട് വെക്ടറിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു സ്കെയിലാർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് സ്കെയിലാർ പ്രോഡക്റ്റ്. അപ്പൊ എ ഡോട്ട് ബി വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത് എ ഇൻറ്റു ബി ഇൻറ്റു എന്താ വരും മക്കളെ കോസ് തീറ്റ വരും. ഇതാണ് സംഭവം. ഓക്കെ, എ എന്ന് വെച്ചാൽ എന്താണ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്, ബി എന്ന് വെച്ചാൽ എന്താണ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ഫോഴ്സ് 5 ന്യൂട്ടൺ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ, ഇതിന്റെ ആംഗിൾ എത്രയാണ് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ വർക്ക് എന്തായിരിക്കും വർക്ക് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് ഫോഴ്സ്. എന്താ ഫോഴ്സ് 5, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഫോഴ്സ് 5 അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് 5. ഒരാളും കൊണ്ട് ആരാണ് കോസ് തീറ്റ. കോസ് തീറ്റ എത്രയാണ് 30 അല്ലേ. അപ്പൊ കോസ് എന്ത് വരും 30. കോസ് 30 എത്ര കോസ് 30 എന്ന് പറയുന്നത് √3/2 അല്ലെ. കോസ് 30 എന്ന് പറയുന്നത് √3/2. ഓക്കെ, അപ്പൊ എന്ത് വന്നു ഇവിടെ 25 ഇൻറ്റു √3 എന്താണ് 2. എന്തുവാ വർക്കിന്റെ യൂണിറ്റ് ജൂൾ. ഓക്കെ അല്ലേ. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ മനസ്സിലായോ? അപ്പൊ എന്താണ് വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ അത് എഴുതി വെച്ചാൽ മതി. എക്സാം എഴുതി വെച്ചാൽ മതി. വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഈ ഡെഫിനിഷൻ വേണ്ട. മനസ്സിലായോ? എനിക്ക് ഒന്നും എഴുതാൻ പാണെങ്കിൽ എന്താണ് ഓർത്ത് വേണമെങ്കിൽ എഴുതാം. വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. അതൊരു ഡെഫിനിഷൻ. അല്ലെങ്കിൽ എന്താണ് വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായോ? വർക്ക് എന്താണെന്ന് മനസ്സിലായോ? വർക്കിന്റെ ഇക്വേഷൻ മനസ്സിലായോ? എഫ് ഡോട്ട് എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് കോസ് തീറ്റ. തീറ്റ എന്താണ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റിനുള്ള ആംഗിൾ. ഓക്കെ അല്ലേ. അടുത്തയാണ് ടൈപ്പ് ഓഫ് വർക്ക്. അടുത്ത എന്താണ് വർക്ക് കഴിഞ്ഞ് അടുത്ത എന്താണ് ടൈപ്പ് ഓഫ് വർക്ക്. ഈ ടൈപ്പ് ഓഫ് വർക്കിൽ നിന്നും എപ്പോഴും ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. 2 മാർക്കിന് ഉറപ്പായിട്ടും ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. എന്താണ് ടൈപ്പ് ഓഫ് വർക്കിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ് ടൈപ്പ് ഓഫ് വർക്ക്. ഓക്കെ, എന്താണ് ടൈപ്പ് ഓഫ് വർക്ക്? നമ്മുടെ ഈ വർക്കിൽ ഈ കിടക്കുന്ന ആംഗിൾ ആണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഈ ആംഗിൾ മാറുന്നതനുസരിച്ച് നമ്മുടെ വർക്ക് എന്ത് ചെയ്തിരിക്കും മാറിക്കൊണ്ടിരിക്കും. നോക്കാം, ശ്രദ്ധിച്ചേ. കോസിന്റെ ഗ്രാഫ് ഞാൻ പറഞ്ഞാൽ കോസിന്റെ ഗ്രാഫ് കോസ് ഫംഗ്ഷൻ ഇല്ല നമ്മുടെ കോസ് ഫംഗ്ഷൻ കോസ് ഇവിടെ നമ്മള് കോസ് തീറ്റയാണ്. എക്സ് ആക്സിൽ നമ്മൾ എന്ത് എടുക്കുന്നു തീറ്റ. ഓക്കെ, കോസ് തീറ്റ വേഴ്സസ് തീറ്റയുടെ ഗ്രാഫ് വരക്കാൻ പോകണം. ട്രിഗണോമെട്രിയാണ്, പേടിക്കണ്ട. ഇവിടെ നമുക്ക് ആദ്യം തീറ്റ ആയിട്ട് എന്തിട്ട് കൊടുക്കാം 0. ആംഗിളിന് എന്തിട്ട് കൊടുക്കാം നമുക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പൊ കോസ് 0 എന്താ കോസ് 0യുടെ വാല്യൂ എന്താ 1. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. കോസ് 0 വാല്യൂ എന്താണ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 0 ആകുമ്പോൾ തീറ്റ 0 ആകുമ്പോൾ കോസിന്റെ വാല്യൂ എന്താണ്? ഞാൻ ഇവിടെ 1 എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു -1 എടുക്കുന്നു. അപ്പൊ തീറ്റ 0 ആകുമ്പോൾ കോസിന്റെ വാല്യൂ എന്താണ് 1 ആണ്. ഓക്കെ അല്ലേ. ഇനി തീറ്റ ആംഗിൾ 90 ഡിഗ്രി ആയി. ആംഗിൾ 90 ഡിഗ്രി ആയി. കോസ് 90 എത്ര? കോസ് 90 0 ആണ്. കോസ് 90 എന്താണ് 0 ആണ്. അതായത് ആംഗിൾ ഇപ്പൊ എന്തായി? ആംഗിൾ ഇപ്പൊ എത്രയായി 90 ഡിഗ്രി ആയി. 5. ഓക്കെ, ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ കോസ് എന്തായിരിക്കും 0 അല്ലേ. അപ്പൊ എവിടെ വരും സാധനം? ഇവിടെ വരും. കണ്ടോ, കോസ് 0 ആയിരുന്നപ്പോൾ ആംഗിൾ 0 ആയിരുന്നപ്പോൾ കോസിന്റെ വാല്യൂ എന്താണ് 1. ആംഗിൾ 90 ആകുമ്പോൾ കോസിന്റെ വാല്യൂ എന്താണ് 0. അപ്പൊ ഗ്രാഫ് ഇങ്ങോട്ട് വന്നു,
ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഓക്കെ ഇടത് വരും പറയുന്നില്ല. പിന്നെ കോസ് 180 തീറ്റ എന്തായി 180 ഡിഗ്രി ആയി. തീറ്റ 180 ഡിഗ്രി ആയി. അപ്പൊ കോസ് 180 എത്ര മൈനസ് 1. കോസ് 180 എന്ന് വെച്ചാൽ എന്താണ് -1. അപ്പോൾ ആംഗിൾ എന്തായി പൈ ആയി കഴിഞ്ഞാൽ കോസിന്റെ വാല്യൂ എന്താവും -1 ആവും. അപ്പൊ ഗ്രാഫ് എങ്ങനെയാണ് ഇതേപോലെ പോകും. ഈ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് എന്തിന്റെ ഗ്രാഫ് കോസിന്റെ ഗ്രാഫ്. എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആംഗിൾ 0 മുതൽ 90 വരെ കോസിന്റെ വാല്യൂ എവിടെ നിൽക്കുന്നത് പോസിറ്റീവ് ആണ് അല്ലേ. നോക്കിയേ ആംഗിൾ 0 മുതൽ 90 വരെ കോസിന്റെ വാല്യൂ ഇങ്ങനെയൊക്കെ ലഭിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും പോസിറ്റീവ് ആണ്. ആംഗിൾ π/2 മുതൽ π വരെ ഗ്രാഫ് നേരെ ഇവിടെ വന്നു താഴെ വന്നു. നോക്കി 0 മുതൽ 90 വരെ ഗ്രാഫ് മുകളിലാണ്. 90 മുതൽ π വരെ ഗ്രാഫ് എവിടെ വന്നു താഴെ വന്നു. അതിന്റെ അർത്ഥം എന്താണ് π/2 മുതൽ π വരെ കോസിന്റെ വാല്യൂ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അതായത് കോസ് തീറ്റയുടെ വാല്യൂ ഇതിന്റെ വാല്യൂ ആണ് കോസ് തീറ്റയുടെ വാല്യൂ 0യ്ക്കും അതുപോലെ പിന്നെ എവിടെയാണ് കോസ് ആംഗിൾ എന്താണ് 0യ്ക്കും അതുപോലെ എന്താണ് π/2 അല്ലേ. ഇതിന് ഇടയിലാണെങ്കിൽ 0യ്ക്കും π/2 ഇടയിലാണെങ്കിൽ കോസിന്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത് പോസിറ്റീവ്. ഇനി π/2നും π/ക്കും ഇടയിലാണെങ്കിലോ എന്തായിരിക്കും കിട്ടുന്നത് കോസിന്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത് എന്ത് കിട്ടും കോസിന്റെ വാല്യൂ നെഗറ്റീവ്. ഓക്കെ അല്ലേ. അപ്പൊ ഈ കോസ് എന്ന് പറയുന്ന സാധനം മാറുന്നതനുസരിച്ച് നമ്മൾ എന്ത് മാറും വർക്കിന്റെ സൈൻ എന്ത് മാറും. വർക്ക് ഇൻഡിക്കേഷൻ എന്താണ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഇൻടു എന്താണ് കോസ് തീറ്റയാണ്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കുന്ന ടൈപ്പ് ഓഫ് വർക്കാണ്. വർക്കിന് നമുക്ക് മൂന്നായിട്ട് എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ എന്താണ് പോസിറ്റീവ് വർക്ക്. ഓക്കെ വർക്ക് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്താകണം പോസിറ്റീവ് ആണ് അല്ലെ. ഈ സാധനം എന്താണ് പോസിറ്റീവ് ആണ്. കോസ് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത് ആംഗിൾ എവിടെയായിരിക്കണം 0യ്ക്കും π/2 ഇടയായിരിക്കണം. 0യ്ക്കും π/2 ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ ആംഗിൾ നമ്മുടെ തീറ്റ എന്തിനും ഇടയിലായിരിക്കണം 0യ്ക്കും എന്തിനാണ് π/2 ഇടയിലാണ്. ആംഗിൾ 0യ്ക്ക് എന്തായിരിക്കണം π/2 ഇടയിലാണെങ്കിൽ കോസിന്റെ വാല്യൂ എന്താണ് പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത് ആംഗിൾ 0യോ അല്ലെങ്കിൽ 0നൊക്കെ കൂടുതലോ ആണ്. π/2 എന്തായിരിക്കണം കുറവായിരിക്കണം. π/2 എന്ത് സംഭവിക്കും ആംഗിൾ π/2 ആയാലോ കോസ് π/2 നമുക്ക് എത്രയാണ് 0 ആണ്. മനസ്സിലായോ? കോസ് 90 എന്തുവാ 0 അല്ലേ. കോസ് π/2 എന്തുവാ 0 അല്ലേ. 90 ഡിഗ്രി π/2 റേഡിയൻ ഇതൊന്നുമല്ല. ഓക്കെ അപ്പോൾ ആംഗിൾ 0നും 90നും ഇടയിലാണെങ്കിൽ കോസിന്റെ വാല്യൂ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ വർക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇത്ര ഓർത്താൽ മതി. ആംഗിൾ 0നും 90നും ഇടയിലാണെങ്കിൽ അത് എന്ത് വർക്കായിരിക്കും പോസിറ്റീവ് വർക്കായിരിക്കും. എക്സാമ്പിൾ ചോദിക്കുന്നു. ഒരു കാര്യം ബോഡി. ഈ ബോഡി ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക. ഓക്കെ ഫോഴ്സ് കൊടുക്കുക ഇങ്ങോട്ട്. ബോഡി എങ്ങോട്ട് നീങ്ങത്തില്ലേ. അപ്പോൾ ഈ ആംഗിൾ 90 എന്താണ് കുറവാണ്. അപ്പൊ ഇവിടുത്തെ മാർക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാം വലിച്ചോണ്ട് പോവാം. ഇനി ഇതുപോലെ ഇതിന് തെളിയാണ് നമ്മളിതിനെ ഇങ്ങനെ വേണ്ട. ഞാൻ ഇനി നേരെ ഫോഴ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നു. ഈ രണ്ട് കേസിലും ആംഗിൾ ഡിഗ്രി എന്താണ് 0 ഡിഗ്രി ആണ്. അപ്പൊ പുഷും അല്ലെങ്കിൽ എന്താണ് പുള്ളും. പുഷ് ചെയ്താലും പുള്ള് ചെയ്താലും വർക്ക് എന്ത് കിട്ടും നമുക്ക് പോസിറ്റീവ്. ജസ്റ്റ് മീൻസ് പിന്നെ ഫിസിക്കൽ മീനിങ് ഇത്രേ ഉള്ളൂ. പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട. അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന് നമ്മളാണ് കാരണക്കാരൻ. നെഗറ്റീവ് വർക്ക് വെച്ചാലായിരിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ ഒപ്പോസിറ്റ്. ഞാൻ മുന്നോട്ട് പോവാണെങ്കിൽ എന്റെ മോഷൻ എന്ത് ചെയ്യും ഒപ്പോസിറ്റ്. പോസിറ്റീവ് വർക്ക് വെച്ചാൽ എന്താണ് എന്നെ നീങ്ങാൻ സഹായിക്കുന്നത് ആരായിരിക്കും അതായിരിക്കും. നെഗറ്റീവ് പറയുമ്പോൾ എന്തായിരിക്കും എന്നെ ഒപ്പോസ് ചെയ്യുന്നത് എന്തായിരിക്കും അതായിരിക്കും. 0 എന്ന് പറയുന്നത് ഒന്നുമില്ല. ഓക്കെ ഇത് മനസ്സിലായോ പോസിറ്റീവ് വർക്ക്. എക്സാമ്പിൾ എന്താണ് പുഷ് ഓർ പുൾ. പുഷ് എ ബോഡി അല്ലെങ്കിൽ പുൾ എ ബോഡി. മനസ്സിലായോ? പുഷും പുള്ളും എന്തിന് എക്സാമ്പിൾ ആണ്. പുഷും അതുപോലെ പുള്ളും എന്തിന് എക്സാമ്പിൾ ആണ് പോസിറ്റീവ് വർക്കിന് എന്താ എക്സാമ്പിൾ ആണ്. അടുത്ത വർക്ക് എന്ത് വർക്ക് ആയിരിക്കും എന്നാണെങ്കിൽ 0 വർക്ക് അല്ലെ. 0 വർക്ക്
0 1. ഓക്കെ, അപ്പൊ 0 വർക്കാണെങ്കിൽ ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ഒരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തു, ബോഡിക്ക് എന്തുണ്ടായില്ല, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ല. ഉദാഹരണം, ഞാൻ ഈ ഭിത്തിയെ പിടിച്ച് തരുമോ, ഭിത്തി നീങ്ങുന്നുണ്ടോ, ഭിത്തിക്ക് എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ഉള്ളൂ അല്ലെ. വർക്ക് ഇൻഡിക്കേഷൻ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോഴ്സ് 0 ആണെങ്കിൽ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ നോക്കണ്ട, ഒന്നുമില്ല. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഫോഴ്സ് കൊടുത്തു, പക്ഷെ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0 ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുഷ് ഓർ പുൾ എ വാൾ, ഒരു വാൾ ഭിത്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, തള്ളുന്നു അല്ലെങ്കിൽ വലിക്കുന്നു. എങ്ങനെ വലിക്കുന്നത്, ഭിത്തി വലിക്കുന്നത് എങ്ങനെ, ഭിത്തിക്കകത്ത് ഭിത്തിയുടെ കയ്യിൽ കയറി കെട്ടിയിട്ട് എന്ത് ചെയ്യുക, വലിക്കുക അല്ലെ, അല്ലെങ്കിൽ ആന അടിച്ച് കെട്ടിയിട്ട് വലിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണ്ടേ, അപ്പോൾ 0 വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായാൽ മതി, 0 ആയാൽ മതി, ഒരു കണ്ടീഷൻ. ഇനി അടുത്ത എന്തുവാ ആംഗിൾ ആണ് അല്ലെ. നമ്മുടെ ആംഗിൾ എത്ര ഡിഗ്രി ആണോ, പറ, ആംഗിൾ പ്രൈവേറ്റ് ആണോ, 90 ഡിഗ്രി ആണോ. നോക്കിയേ, കോസ് പ്രൈവേറ്റ് എന്താണ്, 0 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 0 ആകണം, അല്ലെങ്കിൽ ഇത് എന്താണ്, 0 ആകണം. ഇത് 0 ആകുന്നത് എപ്പോഴാ, കോസ് എപ്പോഴാ 0 ആകുന്നത്, ആംഗിൾ 90 ആണ്. ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ ഫോഴ്സ് കൊടുത്ത് പക്ഷെ ബോഡി എത്തുന്നില്ല, അനങ്ങുന്നില്ല, അവിടെ വർക്ക് എന്താണ്, 0 ആണ്. ഇനി ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന ആംഗിൾ 90 ആണെങ്കിൽ അവിടെ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ 0 വർക്കിന്റെ കണ്ടീഷൻ. ഇനി എന്തുണ്ട് എക്സാമ്പിൾ, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിളാ പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, ഒരു നീൻകൊട്ടയും ചുമന്നുകൊണ്ട് ഒരാള് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇയാൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയുണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നേരെ താഴെ. ഓക്കെ, ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ എന്താ, ഇവിടുത്തെ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ എന്താ, എത്ര 90 ഡിഗ്രി. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ 90 ഡിഗ്രി, 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. അപ്പൊ ഇവിടെ വർക്ക് എന്തായിരിക്കും, 0 വർക്ക്. മനസ്സിലായോ. അപ്പൊ ഞാൻ പൊട്ടാക്കകത്ത് മീൻ കൊണ്ടിരിക്കുന്ന മീൻ കച്ചവടത്തിന് പോവാ, ഈ പണിയൊക്കെ നിർത്തിയിട്ട് നടക്കും തോന്നും. അപ്പം എന്താണ് ഞാൻ ചെയ്യുന്ന വർക്ക്, എന്തായിരിക്കും, 0 ആയിരിക്കും. ഓർക്കോ, ഞാൻ എന്തിന് അഗൈൻസ്റ്റ് ചെയ്യുന്ന വർക്കാണ്, അഗൈൻസ്റ്റ് ഗ്രാവിറ്റി. മനസ്സിലായോ. വർക്ക് ഡൺ ബൈ എ എന്തുമാനാ, എ ലോഡ് ക്യാരിയിങ് മാൻ അഗൈൻസ്റ്റ് എന്താണ്, ഗ്രാവിറ്റി. മനസ്സിലായോ. അപ്പോൾ ഒരു ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ലോഡ് ക്യാരി ചെയ്യുന്ന മാൻ ചെയ്യുന്ന വർക്ക് എന്താ, 0 ആണ്. ഈ 0 വർക്കിന് എക്സാമ്പിൾ ആണ് a load carrying work done by a load carrying man against gravitational force. മനസ്സിലായി. പക്ഷെ ഇതേ കേസ് ഇങ്ങനെ ചോദിക്കാം, ഒരാൾ ഇതേ ലോഡ് കൊണ്ട് എന്തുവാ, സ്റ്റെപ്പ് കയറി മണ്ടക്കോട്ട് പോവാം, സ്റ്റെപ്പ് കയറി എന്ത് ചെയ്യാണ്, മണ്ടക്കോട്ട് പോവാം ലോഡ് കൊണ്ട്. ഇവിടെ വർക്ക് 0 ആണോ, ഒരിക്കലും അല്ല. ഇയാൾക്ക് രണ്ടു തരം മോഷൻ ഉണ്ട്. ഇയാൾ മുകളിലോട്ട് പോകുമ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്. ഇയാൾക്ക് രണ്ട് മോഷൻ ഇല്ലേ, വെർട്ടിക്കൽ മോഷൻ ഇല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ സ്ട്രേറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്ത് മോഷൻ മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ മോഷൻ. ഇനി നമ്മൾ മുകളിലോട്ട് മാത്രമാണ് പോകുന്നതെങ്കിൽ എന്ത് മോഷനാണ്, വെർട്ടിക്കൽ മോഷൻ. സ്റ്റെപ്പ് ചെയ്യാൻ രണ്ട് മോഷൻ ഉണ്ട്. എന്തൊക്കെയാ, ഇയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്, 2 ഡയമെൻഷനാണ്. നമ്മൾ പ്രൊജക്റ്റീവ് മോഷൻ പഠിച്ചില്ല, അതുപോലെ. അപ്പൊ ഇയാള് ഈ മോഷൻ എന്ത് ചെയ്യണ്ട, വർക്ക് ചെയ്യണ്ട. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാള് മുകളിലോട്ട് കൂടെ പോകുന്നില്ലേ, അയാൾ മുകളിലോട്ട് കൂടെ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഓക്കെ അല്ലേ. അവിടെ എന്ത് ചെയ്യണം, അയാള് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഒരു മണ്ടക്കോട്ട് കയറി പോകണമെങ്കിൽ വർക്ക് ചെയ്യണം. ഈ ഒരു കേസിൽ എന്ത് ചെയ്യണ്ട, വർക്ക് ചെയ്യേണ്ട, നേരെ ഇങ്ങനെ പോകണം. ഓക്കെ അല്ലേ. അപ്പൊ അതൊന്നും നോക്കിയേക്കണേ. ഓക്കെ അല്ലേ, ഇത്രയും ക്ലിയർ അല്ലേ. ഇനി ഒരു വർക്ക് എന്ത് വർക്കാം, നെഗറ്റീവ് വർക്ക്. ഓക്കെ, നമുക്കറിയാം നെഗറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം, 5/2 5 അത്ര ഓർത്താൽ മതി. അപ്പോൾ തീറ്റ ലൈസ് ബിറ്റ്വീൻ 5/2 എന്തായിരിക്കണം, വലുതായിരിക്കണം. 5/2 ആകാൻ പാടുണ്ടോ, ഇല്ല. 5/2 ആകുവാണെങ്കിൽ എന്തോ ഈക്വൽ ടു 5/2 എന്തായാലും ഉള്ളത് 0 ആണ്. ഓക്കെ, 5/2 90 5/2 5 എന്തായിരിക്കണം, ഇടയിലായിരിക്കണം. എക്സാമ്പിൾ അല്ലെ, എക്സാമ്പിൾ നമുക്കറിയാം ഫ്രിക്ഷൻ. ഇപ്പോൾ ഞാനൊരു വസ്തുവിനെ ഇങ്ങോട്ട് തള്ളുക, വസ്തു ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, പോസിറ്റീവ് വർക്കായിരിക്കും. ഞാനൊരു വസ്തുവിനെ എന്ത് ചെയ്യുക,
തെളിവാ, വസ്തു അങ്ങോട്ട് പോയി. ഞാൻ ചെയ്യുന്ന വർക്ക് എന്തുവാ? പോസിറ്റീവ് ആണ്. ഓക്കെ, മൂവ് ചെയ്യുന്നുണ്ട് ഞാൻ. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ഓക്കെ പോസിറ്റീവ് ആണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ 0. ഇനി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്ക് ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന പോസിറ്റീവ് വർക്കാണ്. പക്ഷെ ഈ ബോഡി ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ ബോഡിക്കും ഈ സർഫസിനും ഇടയ്ക്ക് എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അങ്ങോട്ട് തന്നെ ആയിരിക്കും. കാരണം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. മോഷൻ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ്. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഈ ഡയറക്ഷൻ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷൻ, ഫ്രിക്ഷൻ ഏത് ഡയറക്ഷൻ ആണ്? ഈ ഡയറക്ഷൻ. ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണ്? 180 ഡിഗ്രി. മനസ്സിലായി? ഇയാൾ എന്താ ഈ ഫ്രിക്ഷൻ എന്താ ചെയ്തത്? മോഷനെ ഒപ്പോസ് ചെയ്യും. ഇതെന്താ? മോഷനെ സഹായിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ്? മോഷനെ ഒപ്പോസ് ചെയ്യും. സഹായിക്കുന്ന പോസിറ്റീവ് ആണെങ്കിൽ ഒപ്പോസിറ്റ് എന്തായിരിക്കും? ആ ഒരു ലോജിക്കൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഇത് മാത്തമാറ്റിക്കൽ സെൻസിലാണ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞതാണ് ഫിസിക്കൽ സെൻസിലാണ്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്താണ്? ഇതിന് എക്സാമ്പിൾ എന്താണ്? വർക്ക് ഡൺ ബൈ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഈ 3 സാധനം അതിലേക്ക് 2 മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ ആംഗിൾ 0-നും π/2 ഇടയിലായിരിക്കണം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പുഷും പുള്ളും ആണ്. 0 വർക്ക് എന്ന് വെച്ചാൽ ആംഗിൾ എന്തായിരിക്കണം? π/2 ഡിഗ്രി ആയിരിക്കണം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ക്യാരി മാച്ച് ചെയ്യുന്ന വർക്കാണ് എഗൈൻസ്റ്റ് ഗ്രാവിറ്റി. അത്രയും കാര്യങ്ങൾ എന്താണ്? വർക്ക് ഡൺ ബൈ എന്താണ്? ബൈ എ ലോഡ് ക്യാരി മാൻ എഗൈൻസ്റ്റ് എന്താണ്? എഗൈൻസ്റ്റ് ഗ്രാവിറ്റി. മനസ്സിലായോ? പിന്നെ വേറെ എക്സാമ്പിൾ വെച്ചാൽ ഒരു ബോഡി ഒരു ഫുൾ സർക്കിൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് വർക്ക് എന്തായിരിക്കും? ഒരു ബോഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ തന്നെ വരും. ഇവിടെ വർക്ക് എന്തായിരിക്കും? 0. കാരണം എന്താ? ഇവിടെ വന്നു ഇവിടെ തന്നെ അവസാനിച്ചു. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? അപ്പൊ ഓരോ റൗണ്ട് ട്രിപ്പിലെ വർക്ക് എന്തായിരിക്കും? സർക്കുലർ മോഷൻ ഇരിക്കുന്ന ഒരു റൗണ്ട് ട്രിപ്പിലെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. മനസ്സിലായി? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ എന്തുള്ളൂ? വർക്ക് ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. ഇപ്പൊ ഇതിന് 2 വർക്ക് കിട്ടിയില്ലേ? വർക്കിൽ വരേണ്ടി വരും. സിമ്പിൾ അല്ലേ വർക്ക്? ഓക്കെ, അടുത്ത എന്താ ഉള്ളത്? എനർജി ആണല്ലേ? വർക്ക് കഴിഞ്ഞു. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കാൻ മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്താ ഇനി അടുത്തത് വർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എനർജിയാണ്. എന്താണ് എനർജി എന്ന് പറയുന്നത്? എബിലിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അല്ലെ? നമുക്ക് വർക്ക് ചെയ്യാൻ എന്ത് വേണം? വല്ല കഴിക്കണം, നമുക്ക് എനർജി വേണം. അപ്പൊ വർക്ക് എനർജി എന്ന് പറയുന്നതാണ് എബിലിറ്റി ടു ഡു വർക്ക്. ഈ എനർജിയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എനർജി എന്തോ? എനർജിയെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബോഡിയുടെ മോഷൻ മൂലം കിട്ടുന്ന എനർജി, ഓടുന്ന കാറ്, ബസ്, ലോറി, ഇവരിക്കൊക്കെ ഉള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജിയാണ്. മോഷൻ മൂലം കിട്ടുന്ന എനർജിയാണ് എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തുവിന്റെ മോഷൻ മൂലം കിട്ടുന്ന എനർജി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ. മോഷൻ മൂലം കിട്ടുന്ന എനർജി എന്താണ്? കൈനറ്റിക് എനർജി. എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. മോഷൻ മൂലം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. എന്താ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. മനസ്സിലായോ? അല്ലെങ്കിൽ എനർജി ഗെയിൻഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് എന്താണ്? മോഷൻ. ഇത് പുത്തൻ മണിക്ക് എഴുതി എന്താ ചെയ്യുന്നത്? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി അടുത്ത എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജി. എന്ത് മൂലം കിട്ടുന്ന എനർജിയാണ്? ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പൊസിഷൻ മൂലം അല്ലെങ്കിൽ സ്ട്രെയിൻ മൂലം. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ തെങ്ങിൽ കിടക്കുന്ന തേങ്ങയ്ക്ക് എന്തുണ്ട്? തേങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട് അല്ലേ? ഒറ്റ പോകുന്നതാണ് ഇത് വെച്ചാൽ തേങ്ങയ്ക്കകത്ത് വെള്ളമുണ്ടോ? തേങ്ങയ്ക്കകത്ത് വെള്ളമൊക്കെ സംഭവിച്ചു അല്ലെ? തേങ്ങയിലാണ് വെള്ളം നിറച്ചല്ലേ? ദൈവമുണ്ട്, അതാണോ? അല്ല. ഈ തേങ്ങ എന്ത് ചെയ്യും? ഞെട്ടി കഴിയുമ്പോൾ എവിടെ അവിടെ എന്ത് വേണം? എനർജി വേണം.
അപ്പൊ തെങ്ങിൽ കിടക്കുന്ന തേങ്ങയുടെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. തീർന്നില്ല, ഒരു സ്പ്രിംഗ് എടുത്തു നമ്മൾ. ഒരു സ്പ്രിംഗ് എടുത്തു നമ്മൾ. ഈ സ്പ്രിംഗ് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സ്പ്രിംഗിനെ ഇങ്ങനെ എടുത്തു. എന്റെ വീഡിയോ അവിടെ കിടന്നു. ഈ സ്പ്രിംഗ് കണ്ടോ? സ്പ്രിംഗിനെ കംപ്രസ് ചെയ്തു. ഞാൻ ഈ സ്പ്രിംഗിനെ, ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത സ്പ്രിംഗ് എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ട് പോകത്തില്ലേ? അപ്പൊ സ്പ്രിംഗിന് എനർജി ഇല്ലേ? ഈ സ്പ്രിംഗിനകത്ത് എനർജി ഉണ്ട്, അതുപോലെ തേങ്ങയ്ക്കകത്ത് എന്തുണ്ട്? എനർജി ഉണ്ട്. രണ്ട് എനർജി എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ഇത് എന്ത് മൂലം കിട്ടുന്ന എനർജിയാണ്? അതിന്റെ പൊസിഷൻ മൂലം കിട്ടുന്ന എനർജിയാണ്. എന്താണ്? പൊസിഷൻ മൂലം കിട്ടുന്ന എനർജിയാണ്. ഈ സ്പ്രിംഗ് കംപ്രസ് ചെയ്യുമ്പോൾ എന്തുണ്ടായി? സ്ട്രെയിൻ ഉണ്ടായി. സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ സൈസിനോ ഷേപ്പിനോ മാറ്റം ഉണ്ടാകുന്നതിനാണ് എന്ത് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഉപ്പി നമ്മൾ എന്ത് ചെയ്യും? ചലക്കത്തില്ല. ഉപ്പി നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഷേപ്പ് മാറുന്നില്ല. അവിടെ എന്തുണ്ട്? സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇത് സ്ട്രെയിൻ മൂലം ഉണ്ടാകാം, അല്ലെങ്കിൽ പൊസിഷൻ മൂലം ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? എനർജി ഗെയിൻഡ് ബൈ ആൻ ഒബ്ജക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ എന്തായിരിക്കും? സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. മനസ്സിലായോ? സ്ട്രെയിൻ മൂലമോ പൊസിഷൻ മൂലമോ ഒരു വസ്തുവിന് എനർജി കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള എനർജി വിളിക്കുന്ന പേര് എന്താണ്? കൈനറ്റിക് എനർജി അല്ല പൊട്ടൻഷ്യൽ. കൈനറ്റിക് എനർജി അല്ല. എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? രണ്ട് എനർജിയും. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ പഠിക്കാം. കൈനറ്റിക് എനർജി എക്സാമ്പിൾ എന്താണ്? മൂവിംഗ് വെഹിക്കിൾ, മൂവ് ചെയ്യുന്ന ഞണ്ട്, കൊച്ച്, എല്ലാത്തിനുള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എക്സാമ്പിൾ എന്താണ്? തെങ്ങിൽ കിടക്കുന്ന തേങ്ങ, മാവിൽ കിടക്കുന്ന മാങ്ങ, പിന്നെന്തുവാണ്? സ്പ്രിംഗ്. സ്പ്രിംഗിനൊക്കെയുള്ള എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്ട്രെയിൻ മൂലം കിട്ടുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊസിഷൻ മൂലം കിട്ടുന്ന എനർജി എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. കേട്ടോ? ഇതൊക്കെ നമുക്ക് എന്ത് പഠിക്കാനില്ല? ഫോക്കസ് പോയിന്റിനകത്ത് ഇത് പഠിക്കാനില്ല. തെങ്ങിൽ കിടക്കുന്ന തേങ്ങയുടെ കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ പുസ്തകത്തിൽ രണ്ടുകൊണ്ട് നമുക്ക് എന്ത് മാത്രം മതി? തെങ്ങിൽ കിടക്കുന്ന തേങ്ങ. തേങ്ങ മാങ്ങൂല. ഓക്കെ, ശ്രദ്ധിക്കേ. അത് നമുക്ക് ആദ്യം പഠിക്കാം. കൈനറ്റിക് എനർജി. കൈനറ്റിക്കിന്റെ ഫോർമുല അറിയാൻ എല്ലാവർക്കും? ആന്റി ഡെറിവേഷൻ വേണോ? അത് രണ്ടു മാർക്കിന് ചോദിച്ചു. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കേ. കൺസിഡർ എ ബോഡി. കത്തിക്കാൻ അറിയാമല്ലോ. ഇതുപോലെ കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. ഒരു ബോഡിയുടെ മാസ് എന്താണ്? ഒരു പോയിന്റ് ഇട്ടാണ്. ഫസ്റ്റ് പോയിന്റ് ഇടുക. എന്നിട്ട് ഗ്രാമർ ഒന്നും ഇവിടെ വേണ്ട. M is the mass of the body and V is the initial velocity of the body. U is the initial velocity of the body and V is the final velocity of the body. F is the force applied on the body. X is the displacement carried by the. അങ്ങനെ ചോദിച്ചാൽ മതി. ഇംഗ്ലീഷ് ഇഷ്ടമാണോ? അതിനകത്ത് ഒരു കാര്യമില്ല. നമ്മളെ പടം ഉണ്ടെങ്കിൽ പടം, പിന്നെ ഡെറിവേഷൻ മാത്രമേ എന്തുള്ളൂ? കാര്യമുള്ളൂ. ബാക്കി കത്തി എന്തൊക്കെയാലും മാത്രമേ. മനസ്സിലായോ? എന്തെങ്കിലും എഴുതി വെക്കണം. കഥയില്ലെങ്കിലും ആണ് പറയും. അവിടെ നടക്കുന്ന താമസം പറയും. കത്തിയിലും പാടാണ്. പണ്ടത്തെ ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കോ. ഓക്കെ, അപ്പൊ ബോഡി ഇങ്ങനെ ഇരിക്കുക. പാവം. ഇനിഷ്യലി അതെന്തില്ല? റെസ്റ്റില്ല. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. യു ചിലപ്പോൾ സ്കൂളിൽ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? zero. A force F is applied on the body. The force F on the body applied. The body covers the displacement. ഞാൻ പറയുന്നത് ഈ ബോഡി കവർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? x ആണ്. And the velocity become v. The velocity എന്തായിട്ട് മാറി? v ആയിട്ട് മാറി. ഈ ബോഡിക്ക് സ്വാഭാവികമായിട്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അവിടെ എന്തുണ്ട്? ഒരു ആക്സിലറേഷൻ എന്താണ്? a ആണ്. And t എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ മുതൽ സമയം. നമുക്ക് ഈ ബോഡിക്ക് ഞാൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡിക്ക് ഞാൻ ഒരു വർക്ക് കൊടുത്തില്ലേ? വർക്ക് കൊടുത്തപ്പോൾ ബോഡി എന്ത് ചെയ്തത്? മുന്നോട്ടേക്ക് നീങ്ങിയത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുത്തെ വർക്ക് ഒന്ന് കണ്ടുപിടിക്കാം. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എക്സ് എന്താണ്? cos θ ആണ്. ഇവിടെ എഫ് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്? m into a ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്തായിരിക്കും? ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഈസ് ഈക്വൽ ടു 0 അല്ലേ? സ്ട്രൈറ്റ് ലൈൻ അല്ലേ പോയത്? ഓക്കെ, തീറ്റ എന്താണ്? 0. അപ്പൊ എന്ത് ഇക്വേഷൻ?
വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എം എ ഇൻറ്റു എന്ത് കിട്ടി എക്സ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ എനെ മാറ്റാം അല്ലെങ്കിൽ ആരെ മാറ്റാം, എക്സിനെ മാറ്റാം. അതിന് നമുക്ക് എന്തിനു സഹായം തേടാം? ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ ഈ ഇക്വേഷന്റെ പേരെന്താ? v square is equal to u square plus 2ax. ഈ ഇക്വേഷന്റെ പേരെന്താണ് പറ? ഈ ഇക്വേഷന്റെ പേരെന്താ? രമേശ് അല്ല, മാവാ സുരേഷ് ബി ഉള്ളതുകൊണ്ട്. പിന്നെന്തുവാ? സുരേഷ്, തങ്കപ്പൻ, തങ്കമ്മ. ഇക്വേഷൻ ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേരെന്തുവാ? നിങ്ങളോട് പേരെന്തുവാ? കേൾക്കുന്നില്ല. വെലോസിറ്റി ടൈം. വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം ആണോ? ആദ്യത്തെ അവസാനത്തെ നോക്കിയാൽ വെലോസിറ്റി പൊസിഷൻ വെലോസിറ്റി അങ്ങനെയാണോ പറഞ്ഞത്? ഈ ഡിയോണയും നിമ്മയും വിൽസണൊക്കെ ഇതിനകത്ത് ഉള്ളതാണോ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വെലോസിറ്റി പൊസിഷൻ റിലേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ചുമ്മാ ചോദിക്കുന്നത്. പിന്നെ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? 0 അല്ലേ? അപ്പൊ ഇയാൾ എന്തായിട്ട് മാറും? യു എന്താണ്? 0. ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ എക്സ് കണ്ടുപിടിച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പൊ v സ്ക്വയർ ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 2ax കിട്ടുകയും ഇവിടുന്ന് x ഇസ് ഈക്വൽ എന്ത് കിട്ടും നമുക്ക്? v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും. പിന്നെ എടുത്ത് എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് 1 എക്സാമ്പിളെ കൂട്ടി ഇങ്ങനെ വരക്കാൻ നിൽക്കുന്നു. ഇവിടെ 1 2 ഇട്ടിട്ട് ഇക്വേഷൻ പുട്ട് ഇക്വേഷൻ 1 2 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? വർക്ക് ഈസ് ഈക്വൽ ടു മാക്സ് x നെ എന്ത് കൊടുക്കുക? b സ്ക്വയർ ബൈ a എന്ത് ചെയ്യാം? 2a മാത്രം കൊടുക്കും. x ന് വരെ ഇട്ട് കൊടുത്തു. ആ എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും. 2a. അപ്പൊ എന്ത് കിട്ടി? വർക്ക് ഈസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ 2. ഈ കൊടുക്കുന്ന വർക്ക് ഇതിനകത്ത് എന്തായിട്ട് മാറും? എനർജി ആയിട്ട്. ഞാൻ ഈ വർക്ക് കൊടുത്ത ബോഡി എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ദിസ് വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി. എന്തായിട്ട് മാറിയത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അപ്പോൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ പറ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു half into mv സ്ക്വയർ. ഓക്കേ, കൈനറ്റിക് എനർജി ഇക്വേഷൻ മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ വർദ്ധന പറയല്ലോ കേട്ടോ. ഓക്കേ, അടുത്തത് കൈനറ്റിക് എനർജി അടുത്ത എന്താണ്? വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം വേണം. വർക്ക് എനർജി തിയറം എനർജിക്കകത്ത് ഒരു സാധനമാണ് വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം പറയുന്നത്? സിമ്പിൾ ആണ്. അല്ല, ഞാനിപ്പോ ഒരു ബോഡി ഇത്രേ ഉള്ളൂ. വർക്ക് എനർജി പറയത്തുള്ളൂ. ഞാൻ ഒരു ബോഡി മൂവ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഒരു തെളിവ് കൊടുക്കും. ബോഡി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ഞാൻ ഒരു തെളിവ് കൂടെ കൊടുക്കും. അപ്പൊ കാറിന്റെ സ്പീഡ് കൂടും. സ്വാഭാവികമായിട്ടും കൂടത്തില്ലേ? ഒരാളെ ഉള്ളു പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഒറ്റ തെളിവ് കൂടെ കൊടുക്കും. അയാളുടെ സ്പീഡ് കൂടും. അതായത് അദ്ദേഹത്തിന് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ke1 ആണെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പോഴും കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തിട്ട് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി കൂടാൻ ഞാൻ എന്ത് കൊടുത്തു? അതായത് വർക്ക് കൊടുത്തപ്പോഴാണ് എനർജി എന്ത് ചെയ്ത് കൂടിയത്. അപ്പൊ ഈ കൂടിയ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഞാൻ കൊടുത്ത വർക്കിന് ഈക്വൽ ആയിരിക്കും. ഒരു ഉദാഹരണം, ഒരു ബോഡി ഈ പോകാൻ വിളിച്ചാൽ ഇനി ഇപ്പൊ റെസ്റ്റ് ആയിരിക്കും. ഞാൻ അത് കിട്ടുക. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? യു. ഇതൊരു യു എന്ന് പറയുന്ന വെലോസിറ്റി മൂവ് ചെയ്യുന്നത്. ഞാൻ എന്ത് കൊടുത്തു? ഒരു ഫോഴ്സ് കൊടുത്തു. ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ ബോഡിയുടെ വെലോസിറ്റി യു നിന്ന് അങ്ങോട്ട് മാറി. അപ്പൊ ബോഡി മൂവ് ചെയ്തിട്ടുള്ളപ്പോൾ ബോഡിക്ക് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ke1 എന്ന് വിളിക്കാം. ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഫോഴ്സ് കൊടുത്തപ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്ത കൈനറ്റിക് എനർജി നമുക്ക് എന്ത് വിളിക്കാം? ke2. ഉദാഹരണത്തിന് ഇതൊരു 500 ജൂൾ ആയിരുന്നു ആദ്യം. ഇവിടെ എന്തായിട്ട് മാറി? എനർജി 1000 ജൂൾ ആയിട്ട് മാറി. ഇവിടെ എന്തുമാത്രം ഇൻക്രീസ് ചെയ്തത് കൈനറ്റിക് എനർജി? 500 ജൂൾ. അപ്പൊ ഞാൻ ഇവിടുത്തെ വർക്ക് എന്തായിരുന്നു? 500 ജൂൾ. ഞാനിവിടെ കൊടുത്ത വർക്ക് എത്ര? 500 ജൂളുള്ള കൈനറ്റിക് എനർജി 1000 ജൂൾ ആകണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വർക്ക് എന്തായിരിക്കും? 500 ജൂൾ ആയിരിക്കും. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു എന്തിനിക്കലാണ്? വർക്ക് എന്തിനിക്കലാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലേ? എന്താ ചേഞ്ച് കൈനറ്റിക് എനർജി? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇനി അറിയിക്കണേ കേട്ടോ. അപ്പോൾ എന്താണ് വർക്ക് എനർജി തിയറം പറയുന്നത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് ഡെറിവേഷൻ ഉണ്ട്, നമ്മൾ നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം.
ചിലപ്പോൾ 2 മാർക്കിന് എന്ത് ചെയ്യാം ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കാം. പ്രൂവ് എന്താണ് വർക്ക് എനർജി തിയറം. കൂടുതൽ ചോദിക്കുന്നത് പ്രോബ്ലം. കൂടുതൽ ചോദിക്കുന്നത് പ്രോബ്ലം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേ, ഇവിടെ വർക്ക് ഇൻഡിക്കേഷൻ മക്കളെ, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഇൻടു ഓക്കെ, വെരി ഗുഡ്. തീറ്റ എന്താണ് 0, ഫോഴ്സ് എന്താണ് ma, മുമ്പത്തെ പോലെ തന്നെ ഒരു മാറ്റമില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? മാക്സ്. വർക്ക് ഈസ് ഈക്വൽ ടു മാക്സ്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ ഇക്വേഷൻ ഓഫ് മോഷൻ, ഇക്വേഷൻ മോഷൻ പറയുന്നതാണ് v square is equal to u square plus എന്താണ് 2ax. ഓക്കെ അല്ലേ? ഇവിടെ ബോഡിക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഇത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? v square minus u square is equal to 2ax. ഇവിടെ നിന്ന് ആരെ കണ്ടുപിടിക്കണം? x നെ കണ്ടുപിടിക്കാൻ. അപ്പൊ x is equal to എന്താണ്? v square minus u square divided by എന്താണ്? ഇതെടുത്ത് എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? w is equal to m a v square minus u square divided by 2a. a എന്ത് ചെയ്യാം? അപ്പൊ എന്ത് കിട്ടി? ഹാഫ് അല്ല mv square minus mv square u square divided by താഴെ കിടപ്പുണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴോ mv square by 2 minus എന്താണ് mu square by എന്താണ്? ഓക്കേ, ഇതിനെ ഇങ്ങനെ ഇരിക്കട്ടെ. w is equal to half into mv square minus half mu square. half mv square. v എന്ന് പറയുന്നത് എന്ത് വെലോസിറ്റിയാ? ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഇത് എന്ത് കൈനറ്റിക് എനർജി ആയിരിക്കും? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് mu. u എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ എന്ത് കൈനറ്റിക് എനർജിയാണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് എന്ത് പറയുന്നത്? വർക്ക് എനർജി തിയറം. Work done is equal to change in kinetic energy. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇതാണ്. W is equal to half m എന്താണ്? v square minus u square. ഓക്കേ, ഇതെവിടെ ഇക്വേഷൻ ആണ്? ഈ ഇക്വേഷൻ ആണ് half m v square minus u square. കാരണം ഇത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇത് ഈ സാധനം ഇത് നോക്ക്, half m v square, half m v square ഫൈനൽ kinetic energy, half m u square ഇനിഷ്യൽ kinetic energy. അതിന്റെ വർക്ക് എന്തിനാ ഇക്വേഷൻ? നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ ആണ് വേണ്ടത്. അവിടെ ക്വസ്റ്റ്യൻ എന്ത് വരും? ഫൈനൽ വെലോസിറ്റി വരും, ഇനിഷ്യൽ വെലോസിറ്റി വരും, ബോഡിയുടെ മാസ് വരും. അത് ചോദിക്കാം. അവിടെ നിന്ന് വിളിക്കണം വർക്ക് കൊടുക്കുന്നത്. അത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്ലിയർ ആയോ? ഓക്കെ, ഇനി എനർജി കൈനറ്റിക് എനർജി മൊമെന്റ് ആയിട്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ചോദിക്കും റിലേഷൻ കണക്റ്റിംഗ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റ്. നമുക്ക് കൈനറ്റിക് എനർജി പരിപാടി ചെയ്യും. റിലേഷൻ കണക്റ്റിംഗ് kinetic energy and momentum. Momentum kinetic energy തമ്മിൽ ബന്ധമുണ്ട്. ഇത് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഓക്കേ, റിലേഷൻ കണക്റ്റിംഗ് kinetic energy and momentum. ഓക്കേ, kinetic equation പറഞ്ഞാൽ kinetic equation half mv square. ഓക്കേ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? mv. ഇതിനെ ഒന്ന് മാറ്റാൻ പോവാണ്. half into m into v square നെ ഒരു m കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒരു m കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും. ഇതിലേക്ക് മാറ്റമുണ്ടോ? ഇല്ല. m ന്റെ m എന്താണ്? m square ആണ് അല്ലേ? അപ്പോൾ equal to half m square v square താഴെ എന്തുണ്ട്? m ഉണ്ട്. ശ്രദ്ധിച്ചേ, half into എന്താ ഈ സാധനം? m v the whole square by എന്താണ്? m. അപ്പോൾ kinetic energy is equal to half into m എന്താ? v square by എന്താണ്? kinetic energy മൊമെന്റും ആയിട്ടുള്ള
റിലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, P is equal to റൂട്ട് ഈ 2 ഇവിടെ വരും. അപ്പൊ എന്താവും? പി സ്ക്വയർ അവിടെ നിർത്തും. പി സ്ക്വയർ അവിടെ നിർത്തുക. 2m നെ ഇപ്പൊ അപ്പൊ എന്ത് വരും? 2m ഇൻറ്റു എന്ത് വരും? കൈനറ്റിക് എനർജി. 2m ഇൻറ്റു എന്താണ്? കൈനറ്റിക് എനർജി. 2m ഇൻറ്റു കൈനറ്റിക് എനർജി. P is equal to തരികയാണെങ്കിൽ റൂട്ട് 2m ഇൻറ്റു മക്കളെ കൈനറ്റിക് എനർജി. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? ഓക്കെ, ഈ രണ്ട് കേസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ? ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ? ഒരു കാറും ബസ്സും. എന്തോ? കാറും ബസ്സും. കാറിന്റെ ബസ്സിന്റെയും മൊമെന്റം സെയിം ആണ്. എന്ത് സെയിം ആണ്? മൊമെന്റം സെയിം ആണ്. എങ്കിൽ ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? കാറും ബസ്സും മൊമെന്റം സെയിം ആണ്. എങ്കിൽ ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? എന്താ ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. എന്താണ്? ഒരു കാറും ബസ്സും രണ്ടിന്റെയും കൈനറ്റിക് എനർജി എന്താണ്? സെയിം ആണ്. രണ്ടിന്റെയും കൈനറ്റിക് എനർജി സെയിം ആണ്. ആർക്കാണ് മൊമെന്റം കൂടുതൽ? ഞാൻ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നോക്കിയേ, സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. മൊമെന്റം എന്താ? സെയിം അല്ലേ? നമ്മുടെ ഇക്വേഷൻ ചെയ്തെടുക്കാം. കൈനറ്റിക് എനർജി is equal to half p square by എന്താണ്? m അല്ലേ? 1/2 എന്താ? കോൺസ്റ്റന്റ് അല്ലേ? p എന്താ? ക്വസ്റ്റ്യൻ പറയാൻ രണ്ടിടത്തും p സെയിം അല്ലേ? p എന്തുവാ? കോൺസ്റ്റന്റ്. ഈ കേസിൽ p രണ്ടിടത്തും സെയിം അല്ലേ? p എന്താ? കോൺസ്റ്റന്റ്. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? മാസ്. അപ്പൊ നമുക്ക് പറയാം കൈനറ്റിക് എനർജി is inversely proportional to എന്തായിരിക്കും? അവിടെ മാസ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? മാസ് ആർക്കാണോ കുറവ് അവർക്ക് എന്ത് കൂടുതലാ? കൈനറ്റിക് എനർജി കൂടുതലാ. അപ്പൊ ഈ കേസിൽ ആർക്കായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ? ബസ്സിനാണോ കാറിനാണോ? കാറിന് മാസ് കുറവല്ലേ? അപ്പൊ കാറിന് കൈനറ്റിക് എനർജി എന്താണ്? കൂടുതലാണ്. ഇത് ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ലോസ് ഓഫ് മോഷനകത്ത് ചെയ്തായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ. ബൈക്കിന്റെയും കാറും ബസ് ലോറിയാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഈ കേസിൽ ഈ കേസ് എന്താണ്? എന്താ ഈ കേസ്? P is equal to റൂട്ട് 2m ന്റെ എന്താണ്? കൈനറ്റിക് എനർജി. 2 എന്താ? കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി ഈ ക്വസ്റ്റ്യനകത്ത് കൈനറ്റിക് എനർജി എന്താ? കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് പറയാം P is proportional to എന്താ? റൂട്ട് m. അതിന്റെ അർത്ഥം എന്താ? മാസ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് എന്ത് കൂടുതലാണ്? മൊമെന്റം കൂടുതലാണ്. അപ്പൊ ആർക്കാണ് മാസ് കൂടുതൽ? ബസ്സിന് എന്ത് കൂടുതലാണ്? മൊമെന്റം കൂടുതലാണ്. മനസ്സിലായി? ഈ രണ്ട് കേസ് മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, മൊമെന്റം സെയിം ആണെങ്കിൽ ഏത് കേസ് എടുക്കുക? ഈ കേസ്. മൊമെന്റം സെയിം ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ കേസ് അപ്പൊ കൈനറ്റിക് എനർജി is equal to കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? m വരും. 1/2 വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? ഈ കേസ് ആണെങ്കിലോ ഈ കേസ് എടുക്കുക. അപ്പോൾ മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ എന്ത് വരും? റൂട്ട് m. മനസ്സിലായോ? ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എന്താ പൊട്ടൻഷ്യൽ എനർജി? നമുക്കറിയാം എനർജി possessed by an object by virtue of its state of position or state. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഉദാഹരണത്തിന് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ mgh ആണ് അല്ലേ? ഇത് കിട്ടിയ എങ്ങനെയാണെന്ന് അറിയാലോ. ഒരു ബോഡിയെ എർത്തിന്റെ സർഫസിൽ നിന്നും നമ്മൾ ഒക്കെ എവിടെ കൊണ്ടുപോകും? മുകളിലോട്ട് കൊണ്ടുപോകും. നമ്മൾ എവിടെ വരെ കൊണ്ടുപോയി? h ഹൈറ്റ് വരെ കൊണ്ടുപോയി. നമ്മൾ എന്തിനെ അഗൈൻസ്റ്റ് വർക്ക് ചെയ്യുന്നത്? ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റ്. അപ്പൊ താഴെ ആക്കുന്ന ഫോഴ്സ് എന്താണ്? mg. അപ്പൊ നമ്മൾ മുകളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എന്ത് തന്നെയായിരിക്കണം? mg തന്നെയായിരിക്കണം. എങ്കിലും നമുക്ക് ഇതിനെ പൊക്കി മണ്ടക്കോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ വർക്കിന്റെ കേസ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു എന്താണ്? കോസ്റ്റ്. ഞാൻ ബോഡിനെ മുകളിലോട്ട് കൊണ്ടുപോയി ഞാൻ എങ്ങോട്ടാ വർക്ക് ചെയ്യുന്നത്? മുകളിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്? മുകളിലോട്ട്. ബോഡി മുകളിലോട്ട് വരുത്തുള്ളൂ. ബോഡി ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാ? മുകളിലോട്ട്. അപ്പൊ തീറ്റ എന്തായിരിക്കും? 0. ഫോഴ്സ് എന്താ? ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എന്തിന് ഈക്വലായിരിക്കണം? mg ഈക്വലായിരിക്കണം. mg. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? h. അപ്പൊ എന്ത് കിട്ടി? w is equal to mgh. ഈ വർക്ക് എന്താണ് സ്റ്റോർ ചെയ്യും? ഞാൻ ഒരു സാധനത്തിനെ ഒരു ഹൈറ്റിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന വർക്ക് ഞാൻ എന്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻ ദ ഫോം ഓഫ്, അതുകൊണ്ടാണ് താഴോട്ട് വീഴുന്നത്.
the form എന്താണ് പൊട്ടൻഷ്യൽ ഡൈവേർഷൻ. താഴെ കാണുന്നില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ പൊട്ടൻഷ്യൽ ഇൻഡിക്കേഷൻ എന്താണ്? mg h. ഇനി ചിലപ്പോ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ നേരത്ത് അവർക്ക് പൊട്ടൻഷ്യൽ ഇൻഡിക്കേഷൻ കിട്ടുന്നത് എന്താണ്? മൈനസ് mg h ആണ്. കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചപ്പോ. മൈനസ് mg h കിട്ടാൻ കാരണമുണ്ട്. ഇത് ഞാൻ ചെയ്ത വർക്ക് എന്തായിരിക്കും? mg h ആണ്. ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? മൈനസ് mg h ആണ്. ഗ്രാവിറ്റി ഫോഴ്സ് എങ്ങോട്ടേക്കാ? താഴോട്ട്. ബോഡി പോകുന്നത് എങ്ങോട്ടേക്കാ? അവിടെ നടക്കുന്ന ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മളെ വർക്ക് ചെയ്യുന്നത്. ഗ്രാവിറ്റി നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തിനാ ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യുന്നത്. ആ ഒപ്പോസിഷന് എഗൻസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ആ ചെയ്യുന്ന വർക്ക് ആണ് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിന്റെ ഫോം ഓഫ് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മള് വീട്ടിലെ ടാങ്കിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ നേരത്ത് കിണറ്റിൽ കിടക്കുന്ന വെള്ളത്തിനെ മോട്ടർ ഉപയോഗിച്ച് നമ്മൾ പൊക്കി എടുത്ത് അവിടെ കൊണ്ടുവെക്കും, മണ്ട കൊണ്ടുവെക്കും. അപ്പോൾ ആ മോട്ടർ ചെയ്യുന്ന ആ വർക്ക് ഉണ്ടല്ലോ, ആ വർക്ക് എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കും വെള്ളത്തിനകത്ത്, പൊട്ടൻഷ്യൽ. അതൊരു ടാപ്പ് ഉണ്ടാക്കാൻ ചാടി പുറത്തു വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്ത എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പൊട്ടൻഷ്യൽ ഡെറിവേഷൻ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഡെറിവേഷൻ അത്രേ ഉള്ളൂ. ഒരു ബോഡിനെ ഇതിന്റെ സർഫസിൽ നിന്ന് ഒരു h ആയിട്ട് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഒരു മാർഗ്ഗം രണ്ടോ അത്ര ഇരിക്കുന്നത്. അതിന് ഡെറിവേഷൻ ആണെങ്കിൽ ചോദിക്കുന്നില്ല. പൊട്ടൻഷ്യൽ ഡെറിവേഷൻ ചോദിക്കുന്നില്ല. പ്രോബ്ലം എന്ന് വെച്ചാൽ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും. പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ കാണാമല്ലോ. മാക്സിമം നമുക്ക് പ്രോബ്ലം നോക്കട്ടെ. എന്താ ആ ഡെറിവേഷൻ ആണ് പഠിച്ചു പോയി കഴിഞ്ഞാൽ 4 മാർക്ക് നോക്കാം. ഇവിടെ പ്രോബ്ലം മടങ്ങൾ നോക്കി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഈ കൺസർവേഷൻ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൺസർവേറ്റീവ് ഫോഴ്സിനാണ്. നേച്ചർ രണ്ട് തരം ഫോഴ്സ് ഉണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സും അതുപോലെ എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മളൊരു ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ലായിരുന്നു, അത് കൺസർവേറ്റീവ് ആയിരുന്നു. കൺസർവേറ്റീവ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ആയിരുന്നു. തിരിഞ്ഞു പോയത് നമ്മൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എവിടെ പോയാലും, ശൂന്യാകാശത്ത് പോയാലും, ചന്ദ്രനിൽ പോയാലും, എയറിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? ഓക്കെ, ശ്രദ്ധിക്കേ. ശ്രദ്ധിക്കേ. ഓക്കെ, അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ഫോഴ്സാ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇനി ഫ്രിക്ഷനോ? നോൺ കൺസർവേറ്റീവ്. കാരണം എന്താ? ഫ്രിക്ഷൻ പാത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല റോഡ്, ഇവിടെ എന്താണ്? കട്ടറുള്ള റോഡ് കേട്ടോ. ഇവിടെ ചെയ്യുന്ന വർക്കല്ല നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, ആണോ? അല്ല, കാരണം പാത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? നോൺ കൺസർവേറ്റീവ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും? കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് മനസ്സിലായോ? ഫ്രിക്ഷൻ എന്ത് ഫോഴ്സ്? അപ്പോ നോൺ കൺസർവേറ്റീവ് ആണ്. പക്ഷെ ഗ്രാവിറ്റേഷൻ ഫോഴ്സോ കൺസർവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് ഫോഴ്സിനായിരിക്കും? കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെ. മനസ്സിലായോ? അപ്പൊ ഒരു ചക്ക, കൺസിഡർ ചക്ക എവിടെ ഇരിക്കുന്നു? ചക്ക എവിടെ ഇരിക്കുന്നു? ഓൺ ദ പ്ലാവ്. പ്ലാവിലിരിക്കുന്ന ചക്ക താഴോട്ടേക്ക് വീഴുന്നു. ഈ താഴോട്ട് വീഴുമ്പോൾ ഇവിടെ ഒറ്റ ഫോഴ്സ് മാത്രമുള്ള ഏത് ഫോഴ്സാ? ഫ്രിക്ഷൻ ഉണ്ടോ? എയർ ഫ്രിക്ഷൻ നെഗ്ലെക്ട് ചെയ്യും. എയർ ഫ്രിക്ഷൻ എന്ത് ചെയ്തു? നെഗ്ലെക്ട് ചെയ്യും. പിന്നെ ഇവിടെ ഒറ്റ ഫോഴ്സ് മാത്രം ആരാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. വേറെ ഒന്നും ഉണ്ടോ ഇവിടെ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ഫോഴ്സാ? കൺസർവേറ്റീവ് ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, കൺസർവേറ്റീവ് ആണ്. എങ്കിൽ ഇവിടുത്തെ
ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വർക്ക് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സ് ആയിരിക്കും? കൺസർവേറ്റീവ് വർക്ക്. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ? കൺസർവേറ്റീവ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ? നോൺ കൺസർവേറ്റീവ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എങ്കിൽ അതെന്തായിരിക്കും? നോൺ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ്. ഓക്കെ, അപ്പൊ എന്താണ് കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇനി എന്താണ് മറ്റേ സാധനം? നോൺ കൺസർവേറ്റീവ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്രിക്ഷൻ എന്താണ്? നോൺ കൺസർവേറ്റീവ് ആണ്. ഗ്രാവിറ്റേഷൻ എന്താണ്? കൺസർവേറ്റീവ് ആണ്. മറന്നുപോലെ തിരിച്ചു തക്കോലുള്ള പഴയത് നമ്മൾ ഇങ്ങനെ കൺസർവേറ്റീവ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇല്ല ഇല്ല, കൺസർവേറ്റീവ് ഇല്ല. മറ്റേ ആണെങ്കിൽ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ എനർജി ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണ് ലോ ഓഫ് കൺസർവേഷൻ എനർജി ആപ്ലിക്കബിൾ ആകുന്നത്. ഒന്നുമില്ല, നമ്മൾ ആ സാധനം പഠിക്കാൻ പോകണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി പറയുന്നത്? ഒരു ചക്ക അല്ലെങ്കിൽ കൺസിഡർ ബോഡി, ഒരു ബോഡി ശ്രദ്ധിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുകയാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയോ എച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ബോഡി എന്ത് ചെയ്യുന്നു? താഴോട്ടേ. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു, ഒരു ഫോട്ടോ എടുത്തു. ഇത് ഗ്രൗണ്ടിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്തെടുത്തു? ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, ഒരു ഫോട്ടോ എടുത്തു. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ബി. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? സി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി രണ്ട് തരം മെക്കാനിക്കൽ എനർജി ഉള്ളത്. എന്തൊക്കെയാണ്? മെക്കാനിക്കൽ എനർജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്പ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. അതിനാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി പറഞ്ഞിരിക്കുവായിരുന്നു. ഇവിടെ കൈനറ്റിക് എനർജിനെ പൊട്ടൻഷ്യൽ എനർജി പിടിക്കുന്ന പേരെന്തുവാ? മെക്കാനിക്കൽ എനർജി. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി പറയുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ. കൺസർവേഷൻ എന്താ? സംരക്ഷിക്കപ്പെടും. ഇവിടെ ഇപ്പൊ ഈ ഏറ്റവും ടോപ്പിൽ ഇരിക്കുമ്പോൾ ഈ ബോഡി അനങ്ങാതിരിക്കുക. ഈ ബോഡിയുടെ എനർജി എന്തായിരിക്കും? ഈ ബോഡിയുടെ എനർജി എന്ത് എനർജി ആയിരിക്കും ഈ ബോഡിക്ക് ഉണ്ടായിരിക്കുന്നത്? ഈ ഏറ്റവും ടോപ്പിൽ ഇരിക്കുമ്പോൾ ഈ ബോഡിയുടെ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അല്ലെ? ഉറപ്പല്ലേ? ഇവിടെ എത്തുമ്പോൾ ബോഡിക്ക് എന്തൊക്കെ എനർജി ഉണ്ട്? പൊട്ടൻഷ്യൽ ഉണ്ട്, കൈനറ്റിക് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെയുണ്ട്? കൈനറ്റിക് മാത്രം. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എന്ന് പറയുന്ന ബോഡിയിൽ ഇതിലൊരായിരം ചൂട് എനർജി ഉണ്ട്. എത്രയാണ്? 1000. ബി എന്ന് പറയുന്ന പോയിന്റിലും എന്ത് തന്നെ വരണം? 1000 തന്നെ വരണം. സി എന്ന് പറയുന്ന പോയിന്റ് എന്ത് തന്നെ വരണം? 1000 തന്നെ വരണം. അപ്പൊ എനർജി എന്ത് ചെയ്യും? കൺസർവ് ചെയ്യും. ഓർക്കുക, ഇവിടെ ഫ്രിക്ഷൻ വരാൻ പാടില്ല. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. എന്ത് ഫോഴ്സാ? എന്ത് ഫോഴ്സാ? ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. എന്ത് ഫോഴ്സാ അത്? കൺസർവേറ്റീവ് ഫോഴ്സ്. അത്ര അർത്ഥമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ആയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ അതിന്റെ എനർജി ഇല്ലേ? ആ എനർജി എന്തായിട്ടും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത്? the total energy remains constant throughout the motion of a freely falling body. മനസ്സിലായോ? ഇല്ല. ഒരു ബോഡി താഴോട്ടേക്ക് വീഴുന്നു. എവിടെ പോയിന്റ് എടുത്താലും, ഏത് പോയിന്റ് എടുത്താലും, എവിടെ എടുത്താലും അതിന് എനർജി എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മാറുന്നു. അതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതുന്നത്? the total energy എന്താണ്? the total energy remains constant throughout the motion. ആരുടെ മോഷൻ? of a freely falling body. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് വേണമെങ്കിൽ ഒരു പോയിന്റ് എടുക്കുക. നെഗ്ലെക്ട് എന്താണ്? എയർ ഫ്രിക്ഷൻ. എയർ ഫ്രിക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നെഗ്ലെക്ട് ചെയ്യുക. എയർ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എനർജി കുറച്ച് എന്തായിട്ട് പോകും? ഹീറ്റ് എനർജി ആയിട്ട് ഗസ്റ്റ് ആയിട്ട് പോകും. Yes, law of conservation of mechanical energy. law of conservation of mechanical energy എന്താ? അതൊന്നല്ല. നമ്മൾ രണ്ടു എനർജി പഠിക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ എനർജി പഠിക്കുന്നുണ്ട്? പൊട്ടൻഷ്യലും കൈനറ്റിക്കും. അതെന്താ സാധനം? അതാണ് മെക്കാനിക്കൽ എനർജി. അപ്പൊ ഞാൻ അവിടെ എനർജി മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ശരി തന്നെയാണ്. കാരണം നമ്മൾ ചാപ്റ്റർ രണ്ട് എനർജി പഠിക്കുന്നു.
പൊട്ടൻഷ്യൽ കൈനറ്റിക്. കുറെ എനർജി ഉണ്ട്, നമ്മൾ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം. ആ രണ്ട് എനർജി വിളിക്കുന്ന പേര് എന്താണ്? മെക്കാനിക്കൽ എനർജി. ഇതിന്റെ ഈ രണ്ട് സാധനമാണ് പല പല എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. ഈ കൈനറ്റിക് എനർജി ആണ് ഹീറ്റ് എനർജി ആയിട്ടും സൗണ്ട് എനർജി ആയിട്ട് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അതെ, അതിനെ അങ്ങോട്ടും കടന്നു തരുന്നില്ല. ഇത് മനസ്സിലായോ? അപ്പൊ എന്താണ് പറയുന്നത്? ടോട്ടൽ കൈനറ്റിക് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ടോട്ടൽ എനർജി എയിലെ ടോട്ടൽ എനർജിയും ബിയിലെ ടോട്ടൽ എനർജിയും സിയിലെ ടോട്ടൽ എനർജിയും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന് ചോദിക്കും? 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 4 മാർക്കിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് പ്രോബ്ലം ചോദിക്കാം, പ്രോബ്ലം കടന്നു ചെയ്യാം. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. അപ്പൊ അറ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ്, എ എന്ന് പറഞ്ഞ പോയിന്റ് ബോഡി റെസ്റ്റിലല്ലേ? ബോഡി റെസ്റ്റിലാണെങ്കിൽ അല്ല, നമുക്കറിയാം അവിടുത്തെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തൊക്കെയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി. അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ബോഡി എന്തിനാ? റെസ്റ്റിലല്ലേ? ഇനി അവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താണ്? m g, ഹൈറ്റ് എന്തുവാ? h. അപ്പൊ എന്ത് ചെയ്യും? ടോട്ടൽ എനർജി mgh. അപ്പൊ a എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി എന്തായിരിക്കും? mgh. അപ്പൊ നമുക്ക് എന്തെങ്കിലും തെളിയിക്കണം, b എന്തെങ്കിലും ആയിരിക്കണം. ഈ കിട്ടിയിൽ നിങ്ങൾ എന്തെങ്കിലും വെക്കണം. അവസാനം mgh വെക്കണം. ആ c എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും കിട്ടും, mgh. കിട്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? mgh വെക്കണം. പരിപാടി കഴിഞ്ഞു. അപ്പൊ അടുത്ത ബി ബിയിലും ടോട്ടൽ എനർജി ആരൊക്കെയുണ്ട്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇവിടെ കൈനറ്റിക് എനർജി 0 ആണോ? അല്ല, ബോഡി മൂവ് ചെയ്തിരിക്കുക. ബോഡി മൂവ് ചെയ്യുന്ന ബോഡിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തത് ബോഡി അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ എന്നോട് പറയരുത്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി. ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി തന്നെയാണ്. കൈകൾ ഒറ്റ ടൈം നോക്കിക്കൊണ്ടിരിക്കുക. ബോഡി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വെലോസിറ്റി എന്തുവാ? വെലോസിറ്റി എന്താണ്? ബി. ഈ വെലോസിറ്റിക്ക് താഴെ വന്നിരിക്കുക. ബോഡിക്ക് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് എനർജിയാ? കൂടുതൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബോഡിക്ക് എന്തൊക്കെ എനർജി ഉണ്ട്? ഓക്കെ അല്ലേ? അത് ആരെ കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? എന്തെങ്കിലും കണ്ടുപിടിക്കും. ഇയാളെ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ള ഡിസ്റ്റൻസ് ഇല്ല. ഇയാളുടെ സഞ്ചരിച്ച ദൂരം ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. സഞ്ചരിച്ച ദൂരം എന്താണ്? എ ടു ബി എന്താണ്? എക്സ്. എങ്കിൽ പറ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? m g എന്താണ് ഈ സാധനം? എന്തുവാ h എന്ന് പറയുന്ന സാധനം? എന്താ? സർഫസിൽ നിന്നും ബോഡിയോട്ടുള്ള ഹൈറ്റ് അല്ലേ? അതായത് ഈ ദൂരമല്ലേ? അത് ഇതാണോ? പണ്ടൊക്കെയാണ് ഈ പൊട്ടൻഷ്യൽ നോക്കുന്നത്. പൊട്ടൻഷ്യൽ നോക്കാൻ പോകുന്നത് താഴെയാണ് ഹൈറ്റ് എടുക്കുന്നത്. തെങ്ങിന്റെ ഹൈറ്റ് പറയാൻ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യും? ചന്ദ്രനിൽ പോയിട്ട് അവിടെ നടക്കുമോ? താഴെ അളന്നോട്ട് പോകുന്നത്. ആരോടൊക്കെ പറയുന്നത്? അപ്പൊ ഹൈറ്റ് എന്തായിരിക്കും വരുന്നത്? ഇവിടെ മുതൽ ഇവിടെ ഉള്ളതാണ് എന്ത് വരുന്നത്? h മൈനസ് എന്താണ്? എക്സ്. h മൈനസ് എക്സ്. ഓക്കെ, എന്താ ഇത്? പുട്ടല്ല. ചെറിയ അടുത്ത കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഹാഫ് m v സ്ക്വയർ. അപ്പൊ കുഴപ്പമുണ്ടോ? ഇവിടെ എന്തില്ല? വെലോസിറ്റി ഉണ്ടോ? ഇവിടെ വെലോസിറ്റി ഉണ്ടല്ലോ. നമ്മൾ കണ്ടം പറയുന്നു വെലോസിറ്റി മാറ്റണം. നമുക്കറിയാം ഈ ചാപ്റ്ററിനകത്ത് റെക്ടിഫിക്കേഷൻ മാത്രം വെച്ചാണ് ചെയ്യുന്നത് പരിപാടി. v സ്ക്വയർ അത് പഠിച്ചോ. v സ്ക്വയർ u സ്ക്വയർ പ്ലസ് അപ്പൊ എന്താണ്? v സ്ക്വയർ u സ്ക്വയർ പ്ലസ് 2ax. അപ്പൊ നമുക്ക് v സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് u എന്താ? ഇനിഷ്യൽ വെലോസിറ്റി. ബോഡി ഇനിഷ്യലി എന്തിനാ? റെസ്റ്റിൽ. അപ്പൊ u എന്തായിരിക്കും? അപ്പൊ u എന്തായിരിക്കും? 0. a എന്താ മക്കളെ? പറ, a എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്ത് കൊടുക്കാം? g എന്ന് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും കൊടുക്കാം, -g എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. ഇവിടെ -g കൊടുത്താൽ ഇവിടെ x എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തുവാ? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? x. നിങ്ങൾ g ക്ക് മൈനസ് കൊടുത്താൽ ഉറപ്പായിട്ട് x ന് എന്ത് കൊടുത്തിരിക്കണം? മൈനസ് കൊടുത്തിരിക്കണം. നിങ്ങൾ g ക്ക് പ്ലസ് കൊടുക്കുകയാണെങ്കിൽ x ന് എന്ത് കൊടുത്താൽ മതി? പ്ലസ് കൊടുത്താൽ മതി. ക്ലിയർ ആയില്ലേ? എന്തുകൊണ്ടാ മുകളിൽ താഴെയുള്ളതായി നമ്മൾ എന്താ കൊടുക്കുന്നത്? മൈനസ് ഇട്ടാ കൊടുക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് g ക്ക് ഞാൻ കൊടുത്തില്ല. അല്ലെങ്കിൽ രണ്ടുപേരും കൊടുത്താൽ എന്ത് കിട്ടുന്നത്? പോസിറ്റീവ്.
ജി മൈനസ് അല്ലേ എപ്പോഴും മൈനസ് ജി അല്ലേ എക്സ് എന്തോ മൈനസ് രണ്ടും എന്തോ പോസിറ്റീവ് ഞാൻ അങ്ങോട്ട് കടന്നില്ല അപ്പൊ എന്ത് കിട്ടി ബി സ്ക്വയർ പറഞ്ഞേ ബി സ്ക്വയർ കിട്ടി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മുട്ടയുടെ സ്ക്വയർ എന്താ മുട്ടയുടെ സ്ക്വയർ ആ മുട്ട ബി ടു ജി എന്താ എക്സ് അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ എനിക്ക് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻടു എം ഇൻടു 2g എന്താണ് x2 വെട്ടി കളയാ then kinetic energy is equal എന്താണ് mgx potential energy ഇട്ടൂടെ then total energy is equal to പറ mg h minus x plus mgx ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് mgh minus mgx plus എടുക്കാം എന്ത് കിട്ടി mgh okay test number 2 okay le last one ആരാ c കാരൻ seal പറ നിങ്ങൾ പറ seal ടോട്ടൽ എനർജി എന്തുവാ kinetic energy plus potential energy okay അല്ലേ ഇവിടെ എവിടെ എത്തി താഴെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും മുട്ടത്തിൽ വന്നിരിക്കും കേട്ടോ മുട്ടുന്ന അവസ്ഥ ഇരിക്കും അപ്പൊ എന്തുവായിരിക്കും പൊട്ടൻഷ്യൽ എന്തായിരിക്കും മുട്ട കാരണം ഹൈറ്റ് എന്തുവാ 0 ആയതുകൊണ്ട് ഇനി kinetic energy പറ ഇക്വേഷൻ പറ ഹാഫ് mv സ്ക്വയർ ചില ഭ്രാന്തന്മാരെന്ന് പറയോ വെലോസിറ്റി മുമ്പ് കിട്ടിയതാ പള്ളി പോയി പറഞ്ഞാൽ മതി ഈ കിട്ടിയ വെലോസിറ്റി എന്തുവാ ഇവിടുത്തെ വെലോസിറ്റിയാ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റിയാ വേണ്ടത് അല്ലെ ലോജിക്ക് കൊടുത്താൽ മതി ഇവിടെ 2gx ആണെങ്കിൽ ഇവിടെ എന്തുമാത്രം ദൂരം കവർ ചെയ്തു 2gh ഇവിടെ നിന്ന് എത്ര ദൂരം h അല്ലേ അപ്പോൾ ഇവിടെ 2g എന്നിട്ട് കൊടുത്താൽ മതി h ഇട്ട് കൊടുത്താൽ മതി അല്ല അറിയത്തില്ല പോട്ടെ നമുക്ക് ബാക്കി ചെയ്യാം നോക്കാം ഇക്വേഷനോ അതെ ഇക്വേഷനോ എന്തുവാ ഇക്വേഷനോ മോഷൻ b square is equal to u square plus 2a x u എന്തുവാ ഇവിടെ നിന്നല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് u 0 ആണ് കുഴപ്പമില്ല ഇനി a എന്താണ് g അല്ലെങ്കിൽ മൈനസ് g x എന്താണ് എന്തുമാത്രം ദൂരം കവർ ചെയ്ത് ഇവിടെ മുതൽ വരെ ഇവിടെ മുതൽ വരെ h ദൂരം കവർ ചെയ്തു അപ്പോൾ h അല്ലെങ്കിൽ മൈനസ് h അപ്പോൾ എന്ത് കിട്ടി b square is equal to 2gh kinetic energy കിട്ടി എന്താണ് half into m into 2gh b square വരെ 2gh 2 into mgh അപ്പൊ kinetic energy is equal to എന്ത് കിട്ടി k എന്തിനാണോ kinetic energy is equal to എന്താണ് mgh ഇട്ടോളാം അപ്പൊ എന്ത് കിട്ടി total energy is equal to mgh what is equation number 3 equation number 1 2 3 the total energy remains constant total energy കിട്ടി നമുക്ക് constant കിട്ടി നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു the law of conservation of mechanical energy വളരെ വ്യക്തമായി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു പ്രൂവ് ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ സിമ്പിൾ അല്ലേ ഇത് വെച്ച് കണ്ടാവിട്ട പ്രോബ്ലം എന്ത് ചെയ്യും ചോദിക്കും അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഇനി അതൊരു കുഞ്ഞു ടോപ്പിക്കുള്ളൂ ആ കുഞ്ഞു ടോപ്പിക്കിന്റെ പേരെന്താണ് പവർ എന്താണ് പവർ പവർ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം രാഘവനും തങ്കപ്പനും നമ്മൾ തങ്കുവൊന്നും രാഘവനും ഇല്ല രാഘവും തങ്കുവും ഇവിടെ ഒരു 5 കിലോ തേങ്ങ കടന്നു 5 കിലോ തേങ്ങ ഈ 5 കിലോ തേങ്ങ ഇവിടെ നിന്നും ഇവിടെ വരെ കൊണ്ടുവന്നു ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് രാഘവനും തങ്കപ്പനും രണ്ടുപേർക്കും ഞാൻ സെപ്പറേറ്റ് ഇതാണ് കേട്ടോ സെയിം ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് 5 മീറ്റർ 5 മീറ്റർ ഇവിടെ എത്ര പറഞ്ഞാണ് 5 മീറ്റർ തന്നെ ഇവിടെ 5 കിലോ തേങ്ങ കടപ്പുണ്ട് അല്ല 50 കിലോ തേങ്ങ പണി കൊടുക്കാം ഇവിടെ എത്രയാണ് 50 കിലോ തേങ്ങ രണ്ടുപേരും ഇവിടെ ആരായിരിക്കും നമ്മുടെ രാഘവൻ ഇവിടെ ആരാണ് തങ്കപ്പൻ ഈ രാഘവൻ ശ്രദ്ധിക്കും രാഘവൻ ഈ 50 കിലോ തേങ്ങ ഇവിടെ കൊണ്ടുവരാൻ അവൻ എത്ര സെക്കൻഡ് എന്ന് അറിയാമോ 10 സെക്കൻഡ് കൊണ്ട് കൊണ്ടുവരും 10 സെക്കൻഡ് ഓക്കെ അല്ലേ പക്ഷെ തങ്കു എന്ത് ചെയ്തു ഇതേ തേങ്ങ 50 കിലോ തേങ്ങ ഇവിടെ കൊണ്ടുവരാൻ പാവം അവൻ എത്ര സെക്കൻഡ് വേണ്ടി വന്നു 50 സെക്കൻഡ് വേണ്ടി വന്നു ഇവിടെ രണ്ടുപേരും വർക്ക് എന്തായിരുന്നു
വർക്ക് എന്തായിരിക്കും സെയിം ആയിരിക്കും. ട്രോളിക്കകത്ത് കൊണ്ട് വെട്ടിക്കൊണ്ടിരുന്നു സങ്കല്പിക്കുക. ട്രോളിക്കകത്ത് വെട്ടി കൊണ്ടുവരുന്നു രണ്ടുപേരും. രണ്ടുപേരും വർക്ക് എന്തായിരിക്കും സെയിം ആണ്. വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ രണ്ടിടത്തും എന്തായിരിക്കും? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എന്താണ് ശരിയല്ല. പക്ഷേ നമുക്ക് ഉറപ്പാണ് ഇയാൾക്ക് എന്തോ ഒരു പ്രത്യേകത ആർക്കാം ഈ ഒന്നാമത്തെ ആൾ. അയാൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ വർക്ക് ചെയ്തത്. രണ്ടുപേരും ചെയ്ത വർക്ക് എന്ത് തന്നെ? ഇവനും 50 കിലോ തേങ്ങ ഇവിടെ കൊണ്ടിട്ടു, ഇവനും 50 കിലോ തേങ്ങ ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ രണ്ടുപേരും വർക്ക് സെയിം ആണ്. സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണ്. 5 മീറ്റർ 50 കിലോ തേങ്ങ 50 കിലോ തേങ്ങ. വർക്ക് എന്താ സെയിം ആണ്. പക്ഷെ വേറെ എന്തോ ഒരു കാര്യമില്ലേ? ഇവൻ ഇത് കുറഞ്ഞ ടൈമിൽ ചെയ്തു, ഇവനിത് കൂടിയ ടൈമിൽ ചെയ്തു. ഇവൻ ഒരു സെക്കൻഡിൽ എന്തുമാത്രം വർക്ക് ചെയ്തു? ഒരു സെക്കൻഡിൽ 10 സെക്കൻഡിൽ നമുക്ക് ഉദാഹരണം ഇവിടുത്തെ ഇയാൾ ഇവൻ ചെയ്ത വർക്ക് 500 ജൂളാണെന്ന് സങ്കല്പിക്കുക. ഇവൻ ചെയ്ത വർക്ക് എത്ര ജൂളാണെന്ന് സങ്കല്പിക്കുക. രണ്ടുപേരും വർക്ക് സെയിം ആയിരിക്കുമല്ലോ. രണ്ടുപേരും ചെയ്ത വർക്ക് എന്താണ്? 500 ജൂളാണെന്ന് സങ്കല്പിക്കുക. ചുമ്മാ സങ്കല്പിക്കുക. അപ്പൊ ഇവൻ ഒരു സെക്കൻഡിൽ എത്ര ജൂൾ വർക്ക് ചെയ്തു? 10 സെക്കൻഡിൽ 500 ജൂൾ വർക്ക് ചെയ്താൽ ഒരു സെക്കൻഡ് എത്ര ചെയ്യും? 50 ജൂൾ വർക്ക് ചെയ്യും. ഇനി ഇവനോ 50 സെക്കൻഡിലാണ് 500 ജൂൾ വർക്ക് ചെയ്തത്. എങ്കിൽ ഒരു സെക്കൻഡിലോ എത്ര ആയിരിക്കും? 10 ജൂൾ. അപ്പൊ ഇവൻ ഒരു സെക്കൻഡിൽ എത്രയാണ്? ഒരു സെക്കൻഡിൽ 10 ജൂൾ വർക്ക് ചെയ്തു. ഇവനോ ഒരു സെക്കൻഡിൽ 50 ജൂൾ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറയും ആരാണ് പവർഫുൾ മാൻ? ആരാണ്? നമ്മുടെ രാഘവനാണ്. മനസ്സിലായോ? പവർ എന്ന് പറയുന്നത് വർക്കുമായിട്ട് മാത്രമല്ല റിലേറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ ആരുമായിട്ടുമാണ്? ടൈമുമായിട്ട് എന്തിട്ടുണ്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പവർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ ഒരാൾ ചെയ്ത വർക്ക്. എന്താണ്? ഒരു യൂണിറ്റ് ടൈമിൽ ഒരാൾ ചെയ്ത വർക്ക്. അപ്പൊ ഇവിടുത്തെ പവർ എന്തായിരിക്കും? 50. ഇവിടുത്തെ എന്തായിരിക്കും? 10. ഇവിടുത്തെ പവർ എന്താണ്? 50. ഇവിടുത്തെ പവർ എന്താണ്? 10. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡ് ചെയ്യുന്ന വർക്ക്. അപ്പൊ പവർ ഇക്വേഷൻ പറഞ്ഞാൽ പവർ ഇക്വേഷൻ എന്തായിരിക്കും? പവർ എങ്ങനെയാണ് പഠിക്കുന്നത്? വർക്കിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാം മക്കളെ? പവറിനെ കണ്ടുപിടിക്കാം. അപ്പൊ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ എന്താണ്? ടൈമാണ്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ വിളിക്കുന്നത് പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ പവർ? പവർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് പെർ യൂണിറ്റ് ടൈം. മനസ്സിലായോ? ഓക്കെ. ഇതിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. നമ്മൾ കോമൺ ഉപയോഗിക്കുന്നത് എന്താണ്? വാട്ട് ആണ്. ഇത് എന്ത് യൂണിറ്റ്? എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ഒക്കെ അറിയാവോ? വർക്കിന്റെ ഡയമെൻഷൻ എന്താണ്? m(l²) (t⁻⁻). അത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? m(l²) (t⁻3) വരും. ഇതാണ് പവറിന്റെ ഡയമെൻഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പവറിന്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അതും കൂടെ പഠിക്കണേ. പവർ ഈസ് ഈക്വൽ ടു വർക്കിംഗ് ഇക്വേഷൻ നോക്കില്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ എന്താണ്? ടൈം. ഡിസ്പ്ലേസ്മെന്റ് ടൈം എന്താണ്? വെലോസിറ്റി. പവറിന്റെ മറ്റൊരു ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവറിന്റെ മറ്റൊരു ഇക്വേഷൻ. പവറിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. വർക്ക് ബൈ ടൈം, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള എല്ലാ സാമാനം നമ്മൾ എന്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചെയ്യും. 19 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം. മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ലോയർ കൺസിഡറേഷൻ ഓഫ് മെക്കാനിക്കൽ. ഇവിടെ നല്ല ഇടിയോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്.